പ്രാപിച്ചവരാണ്. അവർക്ക് എന്തുണ്ട്? ഒരു അനുഗ്രഹമുണ്ട്, ഒരു നന്മയുണ്ട്, ഒരു പദവിയുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുവാനിടയാകുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതം മാറുവാനിടയാകണം. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാ. ഹല്ലേലൂയ. അതാണ് നമ്മെക്കുറിച്ച് കർത്താവും ആഗ്രഹിക്കുന്നത്. ഞാനും ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ആ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിലുമൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണെന്ന് സമൂഹം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം നമ്മളെക്കുറിച്ച് സന്തോഷിക്കും. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ നമ്മൾ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും നമ്മൾക്കറിയാത്ത വഴികളിലൂടെയൊക്കെ കർത്താവ് നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം ഹല്ലേലൂയ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച ഒരു ജനമുണ്ട്. ആ ജനമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ഇന്നത്തെ കുറിവാക്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഇത്രയും ഭാഗം ഞാൻ വായിച്ചെങ്കിലും ഇന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി കുറിവാക്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന് 8-9 വാക്യങ്ങൾ. ഇതിനോടുള്ള ബന്ധത്തിൽ ചില ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിട്ട് വേഗത്തിൽ നമ്മൾക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന് 8 മുതലുള്ള വാക്യങ്ങൾ. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും ആമേൻ മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ ആമേൻ നിശ്ചയിച്ചു. അവിടെയാണ് ഹല്ലേലൂയ നമ്മുടെ ആലോചന കിടക്കുന്നത്. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. വചനത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യഹോവയുടെ ഒരു അംശം അവന്റെ ജനവും. ഹല്ലേലൂയ. ഞാനിതിങ്ങനെ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ പിതാവിൻ്റെ കുടുംബത്തിൽ ഏകദേശം ഒരു 10-15-20 ഫാമിലി കാണുമായിരിക്കും. അതിനകത്ത് നിന്നും യഹോവയുടെ അംശമായി തെരഞ്ഞെടുത്തത് എൻ്റെ പിതാവിനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യഹോവയുടെ അംശം അവന്റെ ജനവും, അത് കഴിഞ്ഞിട്ട് പറയുന്ന യാക്കോബിന്റെ അവകാശവുമാകുന്നു. അപ്പോൾ അംശമായത് എന്താണോ അതിനെ യഹോവയാകുന്ന ദൈവം എന്താക്കുന്നു? അവകാശമാക്കി വെക്കുന്നു. യഹോവയാകുന്ന ദൈവം മുകളിൽ വായിച്ചത് മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിച്ചു കൊടുക്കുകയാണ്. ജാതികൾക്ക് രാജ്യങ്ങളും ലോകം മുഴുവനും രാജ്യങ്ങൾ ഹല്ലേലൂയ യഹോവയാകുന്ന ദൈവം ജാതികൾക്ക് വിഭാഗിച്ചു കൊടുക്കുന്നു. അങ്ങനെ വിഭാഗിച്ചു കൊടുത്ത് ഓരോരുത്തർക്കും അതിർത്തികളൊക്കെ നിർണയിച്ച് ഹല്ലേലൂയ ജാതികളും ഭാഷകളും ഒക്കെ ആക്കി മാറ്റിവെച്ചപ്പോൾ യഹോവയാകുന്ന ദൈവം അവന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരംശത്തെ തെരഞ്ഞെടുത്തു. ആ അംശം ആരാ? യഹോവയുടെ ജനമാ. അവിടെ 2 ഭാഗമാ കിടക്കുന്നത്. യഹോവയുടെ അംശം ജനവും ഹല്ലേലൂയ യാക്കോബ്. അപ്പോൾ ഇസ്രായേൽ ജനമായിരുന്നു യഹോവയുടെ അംശം എന്ന് പറയുന്നത്. യഹോവയുടെ അവകാശത്തിൽ പെടുന്നത് ആരായിരുന്നു? ഇസ്രായേൽ ജനമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും യഹോവയാകുന്ന ദൈവം ആ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു ഭയത്തോടുകൂടി ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെ കാണുവാൻ ഇടയാകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? യഹോവയുടെ അംശമാണ്. അല്ലല്ലോ 100-ൽ 1, 10-ൽ 1 ഇല്ലയോ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? അതിൽ ഒരംശം എണ്ണത്തിൽ വലുതായിട്ടൊന്നുമില്ല. ഉണ്ടോ? ഹല്ലേലൂയ. ചുരുങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അവന്റെ ആരാ? ഒരംശമാണ്. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, കുടുംബങ്ങളിൽ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, സമൂഹത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചത് ആ ഭാഗത്തിന്റെ തുടർമാനമായ ചിന്തയാ. ദൈവത്തിന് വേണ്ടി വേർപെട്ട ഒരു ജനമുണ്ട്, വേർപെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു ജനമുണ്ട്. അത് അവന്റെ അംശമാ, അത് അവന്റെ അവകാശത്തിൽപ്പെട്ടതാ. അങ്ങനെയാണെങ്കിൽ നാം ആരാ? അവന്റെ. ഹല്ലേലൂയ. നാം അവന്റെ അംശമാണെങ്കിൽ നാം അവന്റെ അവകാശത്തിൽപ്പെട്ടതാ. നാം അവന്റെ അവകാശത്തിൽപ്പെട്ടതാണെങ്കിൽ
അവന്റെ അവകാശത്തിന്റെ മേൽ ശത്രുവിന് നോട്ടമിടുവാൻ പറ്റുമോ? എനിക്ക് സ്വന്തമായിട്ടിരിക്കുന്നതിനെ ഞാൻ നഷ്ടപ്പെടുത്തി കളയുവാൻ പറ്റുമോ? എന്റെ അവകാശത്തിൽപ്പെട്ടതാ എന്റെ തലമുറകൾ, ഇല്ലയോ? മാനുഷികമാകുന്ന നിലയിൽ എന്റെ അവകാശത്തിൽപ്പെട്ട എന്റെ സമ്പത്ത് ഞാൻ ഇല്ലാതെയാക്കുവാൻ ഞാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും അതിന് ഞാൻ അനുവദിക്കുമോ? അതുപോലെ ദൈവം തമ്പുരാൻ തന്റെ അംശമാക്കി തന്റെ ജനമായി മാറ്റിവെച്ചിരിക്കുന്ന തന്റെ അവകാശത്തിന്റെ മേൽ നോട്ടമിടുവാൻ, അവകാശം പറയുവാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഞാൻ ആരാ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാ? അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടി സമൂഹത്തോട് നോക്കി പറയുവാനിടയാകണം, ഞാൻ അവന്റെ അംശത്തിൽപ്പെട്ടതാ, ഞാൻ അവന്റെ ജനമാ, എനിക്കൊരു അവകാശം ദൈവം നൽകിയിട്ടുണ്ട്, അവന്റെ അവകാശത്തിൽപ്പെട്ടവനാണ് ഞാൻ. എന്റെ മേൽ ശത്രുവിനൊരു അവകാശവുമില്ല, എന്റെ തലമുറകളുടെ മേൽ ഒരു അവകാശവും ശത്രുവിനില്ല. കാരണം ഞാൻ അവന്റെ അവകാശത്തിൽപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റും? അപ്പോൾ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് ഇവനെന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയണം. അങ്ങനെ മാറിയ ജനമാ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അപ്പോൾ അംശമായതിനെ എങ്ങനെയാണ് ദൈവം പരിപാലിക്കുന്നത്? അവകാശമായതിനെ ദൈവം എങ്ങനെയാ പരിപാലിക്കുന്നത്? ഇതിന്റെ അധ്യായത്തിൽ താപ്പോട്ട് തന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അംശമായതിനെ, ദൈവത്തിന്റെ ജനമായതിനെ, പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ അവകാശമായതിനെ ദൈവം എങ്ങനെ പരിപാലിക്കുന്നു? അതാണ് പോയിന്റ്. അവിടെയാണ് മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ ഇപ്പോഴും കഷ്ടതയുടെ നടുവിലും നിന്ദയുടെ നടുവിലും പരിഹാസത്തിന്റെ നടുവിലും ഒന്നുമില്ലാതിന്റെ അവസ്ഥയിലുമൊക്കെ ഞാൻ പോകുന്നുവെങ്കിൽ എവിടെയോ എന്തോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ദൈവത്തിന് കുഴപ്പം പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ് ഇന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിക്കുന്നു. കാരണം ഹല്ലേലൂയ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലുണ്ട്, വെടിപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയം, പ്രൈസ് ദി ലോർഡ് വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, സത്യം ചെയ്യാത്തവൻ, അങ്ങനെയുള്ളവന് ദൈവത്തിന്റെ നീതിയെ ദൈവം വെളിപ്പെടുത്തുമെങ്കിൽ, അങ്ങനെയുള്ള ഒരു ജനം ദൈവത്തിന്റെ അംശമാണെങ്കിൽ അവന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ എന്തേ നമ്മൾ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു? എന്തേ നന്മകൾ തടയപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ് നമ്മുടെ പരിപാലനം നമ്മുടെ ദൈവസന്നിധി നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. പ്രൈസ് ചോദിച്ചു വാങ്ങിച്ചോളണം ദൈവസന്നിധിയിൽ നിന്ന്. പ്രൈസ് ദൈവം ആഗ്രഹിക്കുന്നതാ. മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ ഹല്ലേലൂയ എന്തുവാ ലഭിക്കും, ഹല്ലേലൂയ അന്വേഷിപ്പിൻ കണ്ടെത്തും. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുപോയി അപേക്ഷിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് യാചിക്കുമ്പോൾ നമ്മുടെ അഭയയാചനകൾ അവൻ കേൾക്കാതെ ഇരിക്കത്തില്ല. സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു വാക്കുണ്ട്, ആകാശം ചായിച്ചിറങ്ങി വന്ന് അവൻ ചെവി തരുന്നവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം ആയിരിക്കുന്ന അവസ്ഥകളെ അറിയുന്നവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ അവൻ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 11-ാമത്തെ വാക്യം 32-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഒന്ന് വായിക്കാമോ? പതിനൊന്നാമത്തെ വാക്യം 32-ാം അധ്യായം അതിന്റെ 11 ആവർത്തന പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ഹല്ലേലൂയ. യഹോവയാകുന്ന ദൈവം, നമ്മൾ മുകളിൽ വായിച്ച യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. അവന്റെ അവകാശമാകുന്ന തന്റെ ജനത്തെ, അല്ലെങ്കിൽ യഹോവയുടെ അംശമാകുന്ന ദൈവത്തിന്റെ ജനത്തെ യഹോവയാകുന്ന ദൈവം എങ്ങനെയാണ് പരിപാലിക്കുവാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, ആദ്യമേ ചെയ്യുന്നത് അവൻ കൂടിനെ ഒന്ന് അനക്കുന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. നോക്കണേ,
കൂടനക്കുന്നത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കൊരു പക്ഷിയുടെ കൂടെടുത്ത് ഇരിക്കുവാന്ന് വെച്ചോ. കുഞ്ഞുനാളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാക്കയൊക്കെ കൂട് കെട്ടിയിരിക്കുമ്പോൾ ആ കൂട്ടിനകത്ത് വലിയ കമ്പിട്ട് ഞങ്ങൾ കുത്തും. കുഞ്ഞുനാളിൽ ഹല്ലേലൂയ ഈ കാക്കയെ പിടിക്കുമായിരുന്നു ഞങ്ങൾ. എന്തിനാ കൂടനക്കുന്നത്? അതിൻ്റെ ഒരു സ്ഥാനത്തിനൊരു ചലനം ഉണ്ടാക്കാനാണ്. അതിനെ അവിടെ നിന്ന് തള്ളി താഴെ ഇടാൻ വേണ്ടിയാ, ഇല്ലയോ? പ്രൈസ് ദൈവം ഇതുപോലെ ചെയ്യുന്നത്. തമ്പുരാൻ തന്റെ മക്കളെ പരിപാലിക്കുവാൻ തുടങ്ങുമ്പോൾ അവനായിരിക്കുന്ന അവസ്ഥയ്ക്ക്, അവനായിരിക്കുന്ന ഇടത്തിൽ അവനൊരു ചലനം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനൊന്ന് അനക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ. ആ ഇരിക്കുന്ന ഇടമൊന്ന് പറന്ന് പോകുവാൻ തക്കവണ്ണം, ആ ഇരിക്കുന്ന ഇടത്തു നിന്നും അവനൊന്ന് പറക്കുവാൻ തക്കവണ്ണം അവന്റെ കൂടിനെ യഹോവയാകുന്ന ദൈവം എന്തു ചെയ്യുന്നു? അനക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഈ അനക്കുന്ന സമയത്ത് എന്തു സംഭവിക്കുന്നു? ചില വേദനകൾ സംഭവിക്കും. പ്രൈസ് ഹല്ലേലൂയ. ചിലത് കഷ്ടമായിട്ട് തോന്നും. എന്നാൽ തമ്പുരാനാണ് അനക്കുന്നതെങ്കിൽ, തമ്പുരാൻ ഒരു അനക്കുന്നതിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, അത് അവന്റെ പരിപാലനത്തിൽ പെട്ടതാണെങ്കിൽ, അവനൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും നിന്റെ കൂടിനെ അനക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റും? എന്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നിന്റെ കൂട്ടിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്തിനൊരു ചലനം സംഭവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിപാലനത്തിൽപ്പെട്ട ചലനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുവാനിടയാകണം. ആ ചലനത്തിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നറിയണം. അവൻ നിന്നെ തള്ളി താഴെയിടുകയല്ല, അതിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാനാണ് നിന്റെ കൂടിനെ അവൻ അനക്കുന്നത്. യേശുവിന്റെ രക്തത്താലെ ഞാൻ ജയമേറ്റെടുക്കുകയാ. പലപ്പോഴും ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ പറ്റും, ഞങ്ങളുടെ നന്മകളൊക്കെ ഹല്ലേലൂയ 2017 യഹോവയാകുന്ന ദൈവം തടഞ്ഞതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2021 ആയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, എന്റെ നന്മയെ തടഞ്ഞത് ഈ ദേശത്ത് വരുത്താനാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ നന്മയെ ഹല്ലേലൂയ അവൻ പൂട്ടിയത് ഈ ദേശത്തിലേക്ക് എന്നെ കൊണ്ടുവരുത്താനാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ കാലങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവം നിന്റെ കൂടിനെ അനക്കിയതെന്താണെന്നും അല്ലെ നിന്റെ സ്ഥാനത്തിനൊരു ചലനം സംഭവിപ്പിച്ചെന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ രക്തത്താലെ ജയമേറ്റെടുക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് വേദന തോന്നും, കർത്താവേ ഞാൻ സ്വസ്ഥതയോട് വസിച്ചിരുന്ന ഇടമായിരുന്നല്ലോ, കർത്താവേ ഞാൻ സമാധാനത്തോടുകൂടി ആയിരുന്ന ഇടമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്കൊരു ചലനം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ അതിനൊന്ന് അനക്കുവാനിടയായത് എന്ന് ചോദിക്കുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാകും കർത്താവ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. നിന്നെ ആ കഷ്ടതയിലൂടെ, ആ തീച്ചൂളയിലൂടെ, ആ വേദനയിലൂടെ ദൈവം നിന്നെ വഴി നടത്തിയതെന്ന് നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. ഇസ്രായേൽ ജനം ദേശം വിട്ടു പോകേണ്ടി വന്നു, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ദേശം വിട്ട് പോകേണ്ടി വന്നപ്പോഴും യഹോവയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവരായിരിക്കുന്നിടത്ത് സ്വസ്ഥതയോടുകൂടി അനുഭവിച്ചിട്ടിരിക്കാം മിസ്രൈമില്, ഇല്ലയോ? ഒന്നിനും കുഴപ്പമില്ല, അവർക്കെല്ലാം അവരുടെ മുമ്പിലുണ്ട്, ആഹാരത്തിന് കുറവില്ല. പക്ഷെ കഷ്ടത തീച്ചൂളയായി അവർക്ക് വർദ്ധിപ്പിക്കുവാനിടയായി അവനെ ഒന്ന് അനക്കി. അപ്പോഴാണ് അവർ നിലവിളിച്ചത്. എന്തിനു വേണ്ടിയാണ് അവരെ അനക്കിയത്? ഒരു വാഗ്ദത്ത ദേശം അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാ. പാലും തേനും ഒഴുകുന്ന ഒരു ഭൂപ്രദേശം യഹോവയാകുന്ന ദൈവം അവർക്ക് ഒരുക്കിയിട്ടാണ് യോസഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിൽ അധികാരത്തിലേക്ക് ദൈവം കൊണ്ടുവരുത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മേൽ ചില അനക്കങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ പരിപാലനത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബജീവിതം ഒന്ന് അനങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന് എന്തോ ചില ഉദ്ദേശങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീറുന്ന അവസ്ഥയിലേക്ക് ജീവിതം കടന്നു പോകുമ്പോൾ, കണ്ണുനീരുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ പരിപാലനത്തിൽപ്പെട്ടതാ. മറന്നു പോകരുത്. ആരാ നമ്മൾ? നമ്മൾ യഹോവയുടെ അംശമാണ്. യഹോവയുടെ അംശമാണെങ്കിൽ ദൈവത്തിന്റെ നീതി എന്റെ മേൽ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് നിന്റെ കൂടിനെ അവനൊന്ന് അനക്കും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ജീവിതത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നീ ദൈവത്തിന്റെ അംശമാണെങ്കിൽ ഇന്ന് വാഗ്ദത്തത്തിൽ അല്ലേ ഞാൻ വിളിച്ചു പറയട്ടെ, ഉറപ്പോടെ ഞാൻ പറയട്ടെ, അതിന് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്.
കാലങ്ങൾ കഴിയുന്നതിന് മുന്നമേ അതെന്തിനു വേണ്ടിയായിരുന്നു എന്നെ അനക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ അങ്ങനെ അനക്കിയപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ചില അച്ചടക്കം ഉണ്ടാകുവാനിടയായി, ചില പരിശീലനം ഉണ്ടാകുവാനിടയായി. ഇരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നാൽ നമുക്ക് പരിശീലനം വല്ലതും കിട്ടുമോ? അല്ലെങ്കിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തുള്ളൂ. സുഗമമായി ക്രിസ്തീയ ജീവിതം നയിച്ചാൽ അതൊരു വിശ്വാസ ജീവിതത്തിൽപ്പെട്ട ഒരു കാര്യമല്ല. വിശ്വാസിയാണെങ്കിൽ, കർത്താവിന്റെ അംശമാണെങ്കിൽ ചില പരിശീലനങ്ങൾ, ചില അച്ചടക്കങ്ങൾ കർത്താവ് നമുക്ക് നൽകും. സാമ്പത്തികമാകുന്ന ഭദ്രത നഷ്ടപ്പെട്ടു പോയെങ്കിൽ, കടബാധ്യതകൾ ദൈവം നിങ്ങൾക്ക് നൽകിയെങ്കിൽ, ചില അച്ചടക്കങ്ങൾ ദൈവസന്നിധികൾ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു മുഖാന്തരമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ചില അച്ചടക്കങ്ങൾ, ചില പരിശീലനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനുള്ള മുഖാന്തരമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വന്ന ബാധ്യതകൾ എന്ന് മനസ്സിലാക്കുവാനിടയാകണം. അതിലൂടെ പഠിച്ചില്ലെങ്കിൽ പിന്നെന്തുവാ പ്രശ്നമാകും. അതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. എന്താണ് ആദ്യത്തെ ഭാഗം? കഴുകൻ തന്റെ കൂടനക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 63-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായവനായ ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു, തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലമൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. വായിക്കാമോ? 63-ാം അധ്യായം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു എന്നും അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു എന്നും ആ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, ആമേൻ, 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 ആമേൻ. നോക്കണമേ ദൈവത്തിന്റെ ജനമേ, യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ കഷ്ടതയിലേക്ക് അല്ലെങ്കിൽ തീച്ചൂളയിലേക്ക് അവരെ തള്ളിവിട്ടപ്പോൾ യഹോവയാകുന്ന ദൈവം അനങ്ങാതിരുന്നിയാണോ? ദൈവം എന്തോ ചെയ്തേ? അവിടെ വായിച്ചെന്തോ ആദ്യത്തെ ഭാഗം, അവരുടെ കഷ്ടതയിലൊക്കെയും എന്റെ ദൈവവും കൂടി ഒരുമിച്ചാ കഷ്ടപ്പെട്ടതെന്ന്. ഒന്ന് ഓർത്തു നോക്കിക്ക. കാരണം എന്താ? അവന്റെ അംശമായത്, അവന്റെ ജനമായത്, അവന്റെ അവകാശത്തിൽപ്പെട്ടത് കഷ്ടതയിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടതയിലേക്ക് യഹോവയാകുന്ന ദൈവം അല്ല അവന്റെ പരിപാലനത്തിന്റെ ആദ്യത്തെ പടി അവന്റെ കൂടിനെ ഒന്ന് അനക്കുമ്പോൾ, അതവന് വേദനയായി മാറുമ്പോൾ, അതവന് കഷ്ടതയായി മാറുമ്പോൾ, എന്റെ ദൈവം മാറി നിന്ന് ചിരിക്കുന്ന ദൈവമല്ല, നിന്നോടൊപ്പം കഷ്ടതയിൽ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവനാകുന്ന ഒരു ദൈവമായ എന്റെ ദൈവം. യോബിന്റെ ജീവിതചരിത്രം അറിയാമില്ലയോ? അവനെ കഷ്ടതയിലേക്ക് തള്ളിവിട്ടിട്ട് ദൈവം തമ്പുരാൻ ചുമ്മാ ഇരിക്കുമായിരുന്നു. അവനോട് പിശാചിനോട് പറഞ്ഞു, നീ അവന്റെ ദേഹത്ത് മൊത്തം പരിശോധിച്ചോ, അവന്റെ പ്രാണനെ മാത്രം തൊട്ടേക്കരുത്, അവന്റെ പ്രാണനെ മാത്രം തൊട്ടേക്കരുതെന്നൊരു വാക്ക് കൊടുത്തു. അത് കൊടുത്തത് സന്തോഷത്തോടു കൂടി ആയിരിക്കും എന്റെ ദൈവം. അവന്റെ പരിപാലനത്തിൽപ്പെട്ടത്. അവനെ അറിയണം ഇവൻ ആരാണെന്ന്. പിശാചിനെ മനസ്സിലാക്കണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണെന്ന്. അവന്റെ പ്രാണനെ തൊടുവാൻ അവകാശം കൊടുക്കാതെ അവന്റെ ശരീരമാസകലും അവന്റെ കുടുംബവും മൊത്തം തകർത്തെങ്കിലും എന്റെ ദൈവവും അതിനോടൊപ്പം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്റെ ദൈവത്തിന്റെ പരിപാലനത്തിൽപ്പെട്ട പദ്ധതിയാണെങ്കിൽ, എന്റെ കൂടെ കഷ്ടം അനുഭവിക്കുന്നവനാകുന്ന ഒരു ദൈവം, എന്റെ കൂടെ വേദന അനുഭവിക്കുന്നവനാകുന്ന ഒരു ദൈവമായി എന്റെ ദൈവം. സമൂഹം ചിരിച്ചു കൊള്ളട്ടെ, സമൂഹം എന്തു തന്നെ വിധി എഴുതി കൊള്ളട്ടെ, നിന്റെ കൂടെ ആരുണ്ട്? നിന്റെ ദൈവമുണ്ട്. ദൈവത്തിന്റെ പരിപാലനത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിലൂടെ മാത്രമേ ഹല്ലേലൂയ നമുക്ക് എന്ത് സംഭവിക്കൂ? ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റൂ. കൂടനക്കുമ്പോൾ മാത്രമേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പദവികളിലേക്ക്, ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ
ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറയും. എൻ്റെ യേശുദേവൻ കഷ്ടത അനുഭവിച്ചത് എന്തിനു വേണ്ടിയാ? പിതാവാകുന്ന ദൈവം പുത്രനാകുന്ന ക്രിസ്തുവിനെ തൻ്റെ പദ്ധതിയിൽപ്പെട്ട ഈ കഷ്ടം അനുഭവിപ്പാൻ തള്ളിവിട്ടതിന്റെ കാരണം എന്താ? ഒരു മഹത്വത്തിലേക്ക് അവൻ പ്രവേശിക്കണം. അങ്ങനെയാണെങ്കിൽ തൻ്റെ ജനത്തെ, തൻ്റെ അംശമാകുന്ന തൻ്റെ ജനത്തെ, തൻ്റെ അവകാശമാകുന്ന തൻ്റെ ജനത്തെ യഹോവയാകുന്ന ദൈവം കഷ്ടതയിലേക്ക് കടത്തിവിടുമ്പോൾ ഓർത്തുകൊള്ളണം, അതിന് മുൻപിൽ പിൻപിൽ ഒരു മഹത്വത്തിന്റെ, ഒരു പ്രത്യാശയുടെ ഒരു പദവി യഹോവയാകുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനാണ്. റോമലേഖനം 8:18 ഇങ്ങനെയാണ് കാണുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മുടെ കൂടുകൾ അനക്കുമ്പോൾ, നമുക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതം ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ നമ്മിൽ വെളിപ്പെടുവാനുള്ള ഒരു തേജസ് ഉണ്ടെന്ന് കാലങ്ങൾ കടന്നു പോകുന്നതിന് മുന്നമേ നമ്മിൽ ഒരു തേജസ് ദൈവം വെളിപ്പെടുത്തുമെന്നും ആ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമ്മൾക്ക് എണ്ണുവാൻ കഴിയുമെന്നും പ്രത്യാശയോടുകൂടി ഒരു ഭക്തൻ പറയുവാൻ ഇടയാകണം. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പ്രതിവിധിയല്ല, ആണോ? പ്രൈസ് ഹല്ലേലൂയ. അതിന്റെ ഒരു പ്രതിവിധി ആത്മഹത്യയല്ല. മറിച്ച് എന്താണ്? ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ തക്കവണ്ണം നാം അവന്റെ ഒരു അംശമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുവാൻ ഇടയാകണം. പ്രൈസ് ഹല്ലേലൂയ. നൊടിനേരത്തേക്കുള്ള 2 കൊരിന്ത്യർ 4:17 വാക്യം: നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ എന്തുവാകുന്നു? ഹേതുവാകുന്നു. അത് ഹേതുവായത് എന്താ? എന്റെ കൂടെ അനക്കിയത് നിമിത്തമാണ്. പ്രൈസ് ഹല്ലേലൂയ. എന്റെ ഒരു സ്ഥാനചലനം ഉണ്ടായപ്പോഴാണ് പ്രൈസ് ഹല്ലേലൂയ തേജസ്സിന്റെ നിത്യഘനം പ്രൈസ് ഹല്ലേലൂയ. അത് വർണ്ണിക്കുവാൻ പറ്റത്തില്ല. നിത്യമാകുന്ന ഒരു ഘനത്തെ നമുക്ക് വിവരിക്കുവാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കിട്ടുവാൻ അതാണ് ഹേതുവായത്. ഏതാണ്? എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ആ അനക്കം, ആ ചലനം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. വായിച്ചാട്ടെ 11 വാക്യം 32. ആമേൻ. പ്രൈസ് ഹല്ലേലൂയ. രണ്ടാമത് ചെയ്തത് എന്തുവാ? നമ്മുടെ കൂടുകളെ ഹല്ലേലൂയ അവൻ അനക്കി ഒരു സ്ഥാനചലനം വരുത്തിയിട്ട് ഹല്ലേലൂയ അതിന്റെ മുകളിൽ ഹല്ലേലൂയ എന്ത് ചെയ്യുക? കഴുകൻ നിന്ന് പറക്കുന്നത് പോലെ നമ്മുടെ മുകളിൽ ഹല്ലേലൂയ പറക്കുന്നതാകുന്ന ഒരു ശക്തിയുണ്ട്. യേശുക്രിസ്തു സ്നാനമേറ്റ് കയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? പ്രാവെന്ന പോലെ പറന്നു വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെയാണ് ദൈവത്തിന്റെ ജനമേ, തന്റെ മക്കളെ യഹോവയാകുന്ന ദൈവ ചലനം സൃഷ്ടിക്കുവാൻ തുടങ്ങുമ്പോൾ, ഒരു സ്ഥാനചലനം വരുത്തി കഴിയുമ്പോൾ അവനെ പറന്ന് സംരക്ഷിക്കുന്നതാകുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അവന്റെ മേലെ യഹോവയാകുന്ന ദൈവം പകരുന്നു. ചുമ്മാനങ്ങ് അനക്കി വിടുകയല്ല, ചുമ്മാനങ്ങ് ഷേക്ക് ചെയ്യുകയല്ല, ചുമ്മാനങ്ങ് നിന്നെ ചലനം സൃഷ്ടിക്കുകയല്ല, മറിച്ച് നിന്റെ മുകളിൽ പറന്നു നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിന്റെ മേൽ യഹോവയാകുന്ന ദൈവം ആവരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ നശിച്ചു പോകാത്തത്, അതുകൊണ്ടാണ് നീ ഇല്ലാതെയായി പോകാത്തത്. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് പ്രൈസ് ഹല്ലേലൂയ. തനിക്ക് വേണ്ടി മാറ്റപ്പെട്ട ഒരു അംശമായ ജനത്തെ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം വഴി നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒന്ന്, അവൻ അവരുടെ കൂടിനെ അനക്കി. 2, പ്രൈസ് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരു പക്ഷി അല്ലെങ്കിൽ കഴുകൻ ചിറകടിച്ച് നിൽക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയാൽ തന്റെ ജനത്തെ അവൻ ആവരണം ചെയ്യുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ അംശമാകുന്ന ജനത്തിന് മേൽ യഹോവയാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോകാത്തത്. പ്രൈസ് ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റും? മൂന്നാമതായിട്ട് കാണുന്നത് എന്തുവാ? പ്രൈസ്
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് ചെയ്തത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ചിറകിന്മേൽ അവൻ എന്ത് ചെയ്യുകയാ? വഹിക്കുന്നു. കൂടെ അനക്കി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, തള്ളി താഴെയിട്ട് കൊന്നുകളയുകയല്ല, അനക്കിയിട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ആ കവചം അവന്റെ മേൽ പകർന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ ജീവിക്കുവാൻ തക്കവണ്ണം അവൻ യഹോവയാകുന്ന ദൈവം തന്റെ കരങ്ങളിൽ വഹിച്ചു. എത്ര ശ്രേഷ്ഠകരമാകുന്ന ഒരു കാര്യമാണ് ദൈവം തമ്പുരാൻ ചെയ്യുന്നത്. അംശമായതിനു വേണ്ടി ചെയ്യുന്ന കാര്യമാ. അവൻ വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒത്തിരി അർത്ഥമുണ്ട്. വഹിക്കുക എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്നുണ്ട്, ഇല്ലേ? സഹിക്കുക എന്നുണ്ട്. ഭാരമായി തീരുന്നതിനെ വഹിക്കുക എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ആർക്കെങ്കിലും ഭാരമായി തീർന്നിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, നമ്മെ വഹിക്കുന്നവനാകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ സഹിക്കുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ വഹിക്കുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവൻ നമ്മെ വഹിക്കുന്നത് ചോദിച്ചാൽ അതാണ് നമ്മുടെ കുറിവാക്യം. നാം അവന്റെ അംശമായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും അവൻ നമ്മെ വഹിക്കും, അവൻ നമ്മെ സഹിക്കും, അവൻ നമ്മെ ചുമക്കും, അവൻ നമ്മെ തകർത്ത് കളയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു ഉത്തരവാദിത്തമാണ്, ഇല്ലയോ? ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 9-ാമത്തെ വാക്യത്തിലുണ്ട്, ബെന്യാമിനെ യോസഫിന്റെ അടുക്കൽ കൊണ്ടുപോകുവാൻ വേണ്ടി യാക്കോബിനോട് ഹല്ലേലൂയ ഒരു അനുവാദം ചോദിക്കുന്നു. ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. ആമേൻ. പ്രൈസ്. നോക്കണം, ആ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിയായിരിക്കുക. നമ്മൾക്കൊരു ഉത്തരവാദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനും ഏതിനും ഹല്ലേലൂയ തകർത്ത് കളയുവാൻ പിശാച് നോക്കുമ്പോൾ പിശാചിനോട് നമുക്ക് പറയുവാൻ പറ്റണം, എന്നെ വഹിക്കുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്, അവൻ എന്റെ ഉത്തരവാദിയാ, എനിക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ളവനാ, അവൻ ബാധ്യതയുള്ളവനാ. യാക്കോബിനോട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ബെന്യാമിനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറയുക, ഞാനായിരിക്കും അവന്റെ ഉത്തരവാദി. സഹോദരന്മാർ പറയുകയാ, അവനെ എന്ത് ചെയ്യും? അവര് വഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്റെ ജനത്തെ വഹിക്കുന്നവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അവന്റെ അംശമായതിനെ ദൈവം എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. വഹിക്കുന്നു. അവന്റെ അംശമായതിനെ യഹോവയാകുന്ന ദൈവം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ ചിറകിന്മേൽ ഹല്ലേലൂയ വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിറകടിച്ച് പറന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടിനെ യഹോവയാകുന്ന ദൈവം എന്ത് ചെയ്യുന്നു? അനക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധി നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അവന്റെ അംശമാണ്. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട നല്ല വചനത്തിനു മുമ്പ് നമ്മെ തന്നെ ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കാം. എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ദൈവത്തിവനാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറുവാനിടയാകട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്താണ് നിങ്ങൾ കേട്ടതെന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് ഇത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുവാൻ കഴിയണം, ഇവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. പ്രൈസ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ പ്രൈസ് യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയോട് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയും അവൻ പ്രാപിക്കുവാനിടയാകും. പ്രൈസ് ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയും പ്രാപിക്കുവാൻ കഴിയുന്നത് പ്രൈസ് ഹല്ലേലൂയ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അവന്റെ സന്നിധിയിൽ വെടിപ്പുള്ള കൈയോടുകൂടിയും നിർമ്മല ഹൃദയത്തോടുകൂടിയും വ്യാജത്തിന് മനസ്സുവെക്കാത്തവനായും കള്ളസത്യം ചെയ്യാത്തവനായും ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ നിന്നും ഞാൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അംശമായതിനെ യഹോവയാകുന്ന ദൈവം എന്തു ചെയ്യുന്നു? പരിപാലിക്കുന്നു. യഹോവയുടെ അംശം അവന്റെ ജനമും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരംശമായി നിൽക്കുന്നവരാ. പ്രൈസ് ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ പഴയ ഹല്ലേലൂയ പിതാക്കന്മാരുടെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് എടുത്തു നോക്കണം. ദൈവത്തിന് വേണ്ടി ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും ദൈവം അനാഥരായി കൈവിട്ടിട്ടില്ല. എണ്ണി എണ്ണി പറയുവാൻ എനിക്കുള്ള സന്നിധി എനിക്ക് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. പ്രൈസ് ഹല്ലേലൂയ. കാരണം എന്താണ്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാ അവർ യഹോവയുടെ അംശമായി നിന്നു, യഹോവയുടെ ജനമായി നിന്നു.
പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ജനത്തിന് യഹോവയാകുന്ന ദൈവം എന്തു കൊടുത്തു? ഒരവകാശം കൊടുത്തു. ആ അവകാശം കൊടുത്തപ്പോൾ യഹോവയാകുന്ന ദൈവത്തിന്റെ പരിപാലനം അവർക്ക് അനുഭവിക്കുവാൻ തുടങ്ങി. യഹോവയുടെ പരിപാലനത്തിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ കഴുകൻ തന്റെ കൂട് അനക്കുന്നത് പോലെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരിയ്ക്കുന്ന ഇടമൊന്ന് അനക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരുന്ന ജനത്തിന്റെ മേൽ കഷ്ടതയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നുപോയി. ആ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോൾ പ്രൈസ് ദി ലോർഡ് ദേശത്ത് നിന്ന് അവർ വിട്ടുപോകേണ്ടി വന്നു. ആ ദേശം വിട്ടവർ പോയത് മറ്റെങ്ങോട്ടുമല്ല, വാഗ്ദത്ത ദേശത്തിലേക്കാണ് അവരെ കൊണ്ടുപോയത്. എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ കഷ്ടം വരുത്തിയത്? എന്തുകൊണ്ടാണ് അവർ സ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരുന്ന ഇടത്ത് അവർ കഷ്ടതയുടെ ആധിക്യത്താൽ അവർ പോകേണ്ടി വന്നത്? ദൈവത്തിന് അവരെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് അവർക്കൊരു പരിപാലനത്തിന് ഒരു മാർഗ വഴി ഉണ്ടായിരുന്നു. ഒരു മാർഗദർശനം എന്റെ യഹോവയ്ക്കുണ്ടായിരുന്നു. അവരെ അങ്ങനെ വഴി നടത്തിയെങ്കിൽ മാത്രമേ വാഗ്ദത്ത ദേശത്തിൽ കൊണ്ടെത്തിക്കുവാൻ പറ്റൂ. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടോ? യഹോവയുടെ പരിപാലനത്തിൽ പെട്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന എത്ര അനുഭവങ്ങൾ എണ്ണി എണ്ണി പറയുവാൻ പറ്റും. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അംശമാണെന്നും ദൈവത്തിന്റെ ജനമാണെന്നും ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടവരാണെന്നും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുമെങ്കിൽ ആ ജനത്തിന് മേൽ ദൈവം ചില ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ചില അനക്കങ്ങൾ കൂടനക്കുന്നത് പോലെ ഒരവസ്ഥ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ചിറകിന്മേൽ അവൻ വഹിക്കുകയും ചിറകടിച്ച് അതിൻ്റെ മുകളിൽ പറക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ശക്തി നിന്റെ മേൽ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ വചനത്തോടെ ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ, കർത്താവേ, ഞാൻ അവൻ്റെ അംശമാണ്, ഞാൻ അവൻ്റെ അംശമാണ്, ഞാൻ അവൻ്റെ ജനമാണ്, ഞാൻ എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അവൻ എന്നെ വഹിക്കും, അവൻ എന്നെ സഹായിക്കും, അവൻ എന്നെ സംരക്ഷിക്കും, അവൻ എന്നെ ബലപ്പെടുത്തും. എൻ്റെ ആവശ്യങ്ങളിൽ മേൽ കർത്താവ് കരുണ കാണിക്കും. കാലങ്ങൾ കടന്നു പോകുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തും. ഈ വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.